നമുക്കിന്ന് ഈ വീഡിയോ കൂടെ തെങ്ങിൻ തൈ കുഴിച്ചിടുന്നത് കാണിക്കാം. അത് തെങ്ങിൻ തൈ എന്ന് വെച്ചാൽ ഗംഗാബോണ്ടം തെങ്ങിൻ തൈ എങ്ങനെയാണ് കുഴിച്ചിടുന്നത് നോക്കാം. ഈ രീതിയിൽ കുഴിച്ചിട്ടാൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു 2 കൊല്ലം എത്തുമ്പോൾ വിളവ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ കുഴിച്ചിട്ട് വെറുതെ വളമൊന്നും ഇടാണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ വിളവ് എന്താ കിട്ടാത്തതെന്ന് ഇങ്ങനെ വിചാരിക്കും. അടിവളമൊക്കെ ചേർത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 2ാം കൊല്ലം എത്തുമ്പോഴേക്കും കാച്ച് നല്ല വിളവ് എടുക്കാം. ആ തേങ്ങയ്ക്കാന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള എണ്ണം തേങ്ങീന്, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്ന തേങ്ങാപ്പാലും നല്ലോണം കിട്ടണതാണ്. അതൊരു ഡൗട്ടും വേണ്ട. നാടൻ തെങ്ങിനേക്കാൾ അധികം തേങ്ങാപ്പാൽ കിട്ടും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഗുണകരമായുള്ളത് നമുക്ക് തെങ്ങ് കയറാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ പൊട്ടിക്കാം. അധികം പൊക്കം വരില്ല. 2 കൊല്ലം ആകുമ്പോൾ നമുക്ക് കുമ്പിട്ടിട്ട് വേണം നാളികേരം പൊട്ടിക്കാനായിട്ട്. വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി പൊട്ടിച്ചെടുക്കാം. ഇളനീനും നല്ലതാണ്, അതുപോലെ തന്നെ നാളികേരത്തിന് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ 3 തേങ്ങ കൂടിക്കഴിഞ്ഞാൽ അത് 1 കിലോനാവും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം തേങ്ങകൾ നമുക്ക് കിട്ടും. ഇതാണ് ഗംഗാബോണ്ടം തെങ്ങിൻ തൈ. നമ്മളത് വാങ്ങിക്കുമ്പോൾ നല്ല നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങിക്കണം. ഇത് കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വീതി കുറഞ്ഞതാണ്, വലിയ പരപ്പില്ലാണ്ട്. ഇത് കണ്ട ഇപ്പം തന്നെ ഇതിൻ്റെ പീലിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല നല്ല കരുത്തുള്ള തെങ്ങിൻ തൈയാണിത്. ഇത് നമുക്കിനി കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് തെങ്ങിൻ തൈ കുഴിക്കണ കുഴി നോക്കാം. ഇത് ഇതേ കണ്ടില്ലേ, ഇത്ര വട്ടത്തിൽ നല്ലോണം വട്ടത്തിൽ കുഴി കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കുഴി ഉള്ളിൽ എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ നമ്മൾ കവറ് വെട്ടി ഇറക്കാനുള്ള ഒരു കുഴിയാണ് അവിടെ കാണിച്ചുള്ളത്. ഇനി ചുറ്റോറം നമുക്ക് വളങ്ങൾ ഓരോന്നായിട്ട് ചേർക്കാം. നമ്മൾ ആദ്യം കല്ലുപ്പ് കുറച്ച് ചേർക്കണം, ചകിരി കുറച്ച് ചേർക്കണം. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ തെങ്ങിൻ തൈ വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളം അധികം ഒഴിച്ചില്ലെങ്കിൽ ആ കുളിർമ തെങ്ങിൻ തൈന് കിട്ടും. പിന്നെ ചേർക്കേണ്ട വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാസവളം ചേർക്കണ്ട, എന്നാലേ നമുക്ക് നല്ലോണം നാളികേരം ഉണ്ടാവുള്ളൂ. അടിവളം കൊണ്ട് മാത്രമാണ് ഈ 1.5 കൊല്ലം കൊണ്ട് ഈ തെങ്ങിൻ തൈ വലുതാവണത്. അപ്പോൾ ആദ്യം ഞാൻ 18 എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ എല്ലുപൊടി, ഇനി വേപ്പും പിണ്ണാക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ കൊമ്പൻ ചില്ലി അതിൻ്റെയൊക്കെ ശല്യം കുറയും. പിന്നെ വേര് ചീയൽ അങ്ങനത്തെ കേടുകളൊന്നും വരില്ല. അത് കാരണം വേപ്പും പിണ്ണാക്കും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ജൈവവളമായ കാരണം ഇത് 18 മാത്രമുള്ള രാസവളം. അതും കൂടി ചേർത്താൽ ആ തൈന് നല്ല കരുത്തോട് കൂടിയിട്ട് വളരുള്ളൂ. ഇതൊക്കെ വേപ്പും പിണ്ണാക്കും ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ചെടിയുടെ വേര് ചീയലൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തുള്ളത്. അതുപോലെ പുഴുക്കളുടെയും കൊമ്പൻ ചില്ലിയുടെയും ഒക്കെ ആക്രമണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറവുണ്ട്. ഇതിൻ്റെ കുഴിയുടെ മണ്ണ് കണ്ടില്ലേ, ഇത് നമ്മൾ 15 ദിവസം മുന്നേ 1 കപ്പ് കുമ്മായം ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ അമ്ലഗുണമൊക്കെ മാറി നല്ല മണ്ണായിട്ട് വളർന്ന് കിടക്കുന്നുണ്ട്. 15 ദിവസം മുന്നേ വേണം കുമ്മായം ചേർക്കാനായിട്ട്. അത് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഴിയുടെ ചുറ്റോറം ചകിരി കമത്തിങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കുറവ് ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഇതിൽ തന്നെ നനവ് നിൽക്കും. അതിന് ചകിരി വെക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചുറ്റോറം അങ്ങനെ കമത്തി ചകിരി വയ്ക്കുക. കുറേ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ അത്ര അധികം എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ പച്ചില വെള്ളം വാഴ ഇവിടെ അധികമുള്ള കാരണം കേടാവാത്ത വാഴയുടെ പിണ്ടിയൊക്കെ നമുക്ക് ചേർത്തിട്ട് 2 ആഴ്ച കൂടുമ്പോൾ അത് ചേർത്ത് വയ്ക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ ചകിരിയൊക്കെ ഇങ്ങനെ അടക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് തൈ വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് വരുമ്പോൾ വേനൽക്കാലത്ത് അത്ര അധികം നനയുടെ ആവശ്യം വരില്ല. തെങ്ങിനപ്പോൾ വേനൽക്കാലത്ത് നല്ല നനവ് നിൽക്കും, ചകിരിയിൽ വെള്ളം പിടിച്ച് നിന്നോളും. ആദ്യം നമുക്ക് കല്ലുപ്പ് അടിവളമായിട്ട് ചേർക്കാം. ഈ കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തെങ്ങിന് വരുന്ന കേടുകളൊക്കെ വളരെയധികം കുറവാണ്. അതുപോലെ കായ്ഫലം നല്ലോണം കിട്ടാൻ സഹായിക്കും ചെയ്യും. ഇത് കല്ലുപ്പ് നമുക്ക് 1 പാക്കറ്റോളം കല്ലുപ്പ് ഇതിങ്ങനെ ചുറ്റോറം വെതറാം. ഇത് ഉണക്ക ചാണപ്പൊടി. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് ചേർക്കുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ ഇത് ഉണങ്ങിയ ചാണപ്പൊടി തെങ്ങിന് ആദ്യമായിട്ട് കുഴിച്ചിടുമ്പോൾ നമ്മൾ അത്യാവശ്യം ചേർക്കണം. ഇത് ചകിരിയുടെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ചേർക്കാം. കുറച്ച് വെണ്ണീർ, അധികം ചേർക്കേണ്ട, പുളിപ്പ് അധികമുള്ള കാരണം ഇതുപോലെ കുറച്ച് വെണ്ണീർ ഒന്ന് ചേർക്കാം. അടിവളം ചേർക്കണ പോലെ ഇരിക്കും ഇവിടെ തെങ്ങിൻ തൈമെന്ന് കായ്ഫലം കിട്ടാനായിട്ട്. വേര് വരണേക്കാൻ മുന്നേ തന്നെ തെങ്ങിൻ തൈ കായ്ക്കണം. 2 കൊല്ലമാകുമ്പോഴേക്കും കായ്ക്കേണ്ട കാരണം വേരിനുള്ള വളം തന്നെ നമ്മൾ അടിവളമായിട്ട് ചേർക്കണം. നമ്മൾ നേരത്തെ കാണിച്ച വേപ്പും പിണ്ണാക്ക്,
അതുപോലെ തന്നെ 18 എല്ലുപൊടി. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഇതൊക്കെ ചകിരിയുമായിട്ട് ചേർക്കാം. നേരിട്ട് വേരുമ്പയ്ക്ക് ചെല്ലരുത്, അപ്പോൾ അതിന് തെങ്ങ് പെട്ടെന്ന് കേടാവും. ആദ്യം നമ്മൾ അകത്തി ചേർക്കണം. അതിന് ശേഷം വേണം നമ്മൾ തെങ്ങിൻ്റെ കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കുഴിച്ച് ഇറക്കാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് നമ്മൾ തെങ്ങിൻ തയ്യെ എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ വേരൊക്കെ നല്ല കരുത്തിൽ കാണാണ്ട്. വേരിൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ ഈ വളങ്ങളൊക്കെ ചേർത്തത് പെട്ടെന്ന് വളം കിട്ടി പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മാറ്റാം. ഈ കുഴിയിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് ഈ തെങ്ങിൻ തൈ ഒന്ന് ഉറപ്പിക്കാം. ഇതിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഉറപ്പിക്കണം, നല്ല ചവിട്ടി ഉറപ്പിക്കണം. അപ്പം തെങ്ങിൻ തൈ നല്ലോണം ഉറച്ച് നിൽക്കും. അപ്പം നല്ല സെറ്റായിട്ട് നിന്നോളും. തെങ്ങിൻ തൈ പുതിയ കുഴിയിൽ സെറ്റായി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതുപോലെയാണ് തെങ്ങിൻ തൈ കുഴിച്ചിടേണ്ടത്. ഇനി നമ്മൾ 4 മാസം കൂടുമ്പോൾ ഇതുപോലെ തന്നെ എല്ലുപൊടിയും അതുപോലെ 18 വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് മണ്ണിട്ട് മൂടണം. അങ്ങനെ 4 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചേക്കാൾ അധികം നാളികേരവും കിട്ടും. 2 കൊല്ലമാകുമ്പോഴേക്കും തെങ്ങിൻ തൈ കായ്ക്കും ചെയ്യും. ഇത് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കണ്ടിട്ട് ചെയ്തതാണ്. തെങ്ങിൻ തൈ ഇവിടെ കുഴിച്ചിട്ടത് 2 കൊല്ലം എത്തുമ്പോഴേക്കും തേങ്ങ ഉണ്ടായി അവർ വീട്ടിലേക്ക് ഉപയോഗിച്ചു. അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്.